ഓക്കെ, അലിഫ് എങ്ങനെ എഴുതാ? ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചാൽ എന്തായി? അലിഫ്. ഓക്കെ, അലിഫ് വെച്ചിട്ട് നമ്മൾ ഒരു വാക്ക് പഠിച്ചല്ലോ. ഉപ്പയ്ക്ക് എന്താണ് പറയാ? അബുൻ. ഉപ്പയ്ക്ക് എന്താ പറയാ? അബുൻ. ഓക്കെ, അലിഫ് കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ ഏതാ? ബ. അതെങ്ങനെ എഴുതാ? ഒരു ചെരിഞ്ഞ വര വരച്ചിട്ട് ഒരു പാത്രം പോലെ കണ്ടോ, ഒരു പാത്രം പോലെ വരച്ചിട്ട് താഴെ ഒരു പുള്ളി കൊടുത്താൽ എന്തായി? ബാഗ്. എന്തായി? ബാഗ്. ബാഗ് വെച്ചിട്ട് എന്ത് പഠിച്ചു? ബൈത്തുൻ. ഓർക്കുന്നില്ലേ? ബൈത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? വീടിനെയാണ് നമ്മള് ബൈത്തുൻ എന്ന് പറയാ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അലിഫ് ബ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ലെറ്റർ ആയിട്ടുള്ള ത. ഒന്ന് പറഞ്ഞേ, ത. ഒന്നുകൂടെ പറഞ്ഞേ, ത. ഓക്കെ, അലിഫ് ബ ത. ത എങ്ങനെ എഴുതാൻ നോക്കിയാലോ? ബ എഴുതുന്ന പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ഒരു ചെരിഞ്ഞ വര, സ്ലാൻഡിംഗ് ലൈൻ, ഒരു സ്ലാൻഡിംഗ് ലൈൻ, എന്നിട്ട് ഒരു പാത്രം പോലെ ഇങ്ങനെ വരയ്ക്കാം. താഴെ പുള്ളിട്ടാല് ബാഗ്, മുകളില് രണ്ട് പുള്ളി കണ്ടോ, ഇങ്ങനെ രണ്ട് പുള്ളിട്ടാല് എങ്ങനെ എഴുതാ? ഒരു ചെറിയ സ്ലാൻഡിംഗ് ലൈൻ, ഒരു ചെറിയ ചെരിഞ്ഞ വര വരച്ചിട്ട് പാത്രം പോലെ വരയ്ക്കുക. എന്നിട്ട് മുകളില് രണ്ട് പുള്ളി കൊടുത്താൽ എന്തായി? എന്തായി? ഓക്കെ, എങ്ങനെ എഴുതാ? ഒരു സ്ലാൻഡിംഗ് ലൈൻ, എന്നിട്ട് ഇങ്ങനെ പാത്രം പോലെ കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെ രണ്ട് പുള്ളി കൊടുത്താൽ എന്തായി? എഴുതാൻ എളുപ്പല്ലേ? എങ്ങനെ എഴുതിയത്? ഒരു ചെരിഞ്ഞ വര, എന്നിട്ട് ഇങ്ങനെ പാത്രം പോലെ വരച്ചിട്ട് ഇവിടെ രണ്ട് പുള്ളി കൊടുത്താൽ എന്തായി? എന്തായി? ഓക്കെ, ഇനി വെച്ചിട്ട് നമുക്കൊരു വാക്ക് പഠിക്കാനുണ്ട്. അത് ഏതാ നോക്കിയാലോ? ഞാൻ ചിത്രം കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെട്ടതാണ്. എന്താണ്? ഡേറ്റ്സ്. വെരി ഗുഡ്, ഡേറ്റ്സ്. ഈ ഡേറ്റ്സിന് വെച്ചിട്ട് അറബിയിൽ ഒരു പേര് പറയും. അതെന്താണെന്നറിയോ? തംറുൻ. 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 ഒന്നുകൂടെ പറഞ്ഞേ, തംറുൻ. ഓക്കെ, ഈത്തപ്പഴത്തിനാണ് എന്ത് പറയാ? തംറുൻ. ഒന്നുകൂടെ പറഞ്ഞേ, തംറുൻ. ഒന്നുകൂടെ പറഞ്ഞേ, തംറുൻ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ, ഇതെന്താണ്? തംറുൻ. എന്താണ്? തംറുൻ. ഓക്കെ, ഞാന് തംറുൻ ബോർഡിലൊന്ന് ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഏത് അക്ഷരം പഠിച്ചു? ത. എന്ത് പഠിച്ചു? ത. ഓക്കെ, ത എങ്ങനെ എഴുതാ? ബ എഴുതുന്ന പോലെ തന്നെ, പക്ഷെ ബിന് താഴെ നമ്മൾ ഒരു പുള്ളിയാണ് കൊടുക്കുക. പക്ഷെ ത എഴുതുമ്പോ മുകളില് രണ്ട് പുള്ളി കൊടുക്കണം, എന്നാലേ ത എന്ന അക്ഷരാവുള്ളൂ. ഓക്കെ, ത വെച്ചിട്ട് എന്ത് പഠിച്ചു? തംറുൻ. എന്ത് പഠിച്ചു? തംറുൻ. എന്ത് പഠിച്ചു? തംറുൻ. ഓക്കെ, ഇനി ത എന്ന അക്ഷരത്തിന് ഫതഹ്, കസ്റ്, ലമ്മ, സുകൂന് ഇതൊക്കെ ചേർത്തൊന്ന് എഴുതി വായിച്ചു നോക്കിയാലോ? ഓക്കെ, ഇവിടെ നോക്കിക്കേ, എങ്ങനെ എഴുതാ? ചെരിഞ്ഞ വര, പാത്രം പോലെ, എന്നിട്ട് രണ്ട് പുള്ളി കൊടുത്താൽ എന്തായി? തഇന് ഫതഹ് കൊടുത്താൽ ത. തഇന് ഫതഹ് കൊടുത്താൽ ത. ഇനി തഇന് കസ്റ് കൊടുത്താൽ തി. തഇന് കസ്റ് കൊടുത്താൽ തി. ഇനി തഇന് ലമ്മ കൊടുത്താൽ തു. തഇന് ലമ്മ കൊടുത്താൽ തു. തഇന് സുകൂൻ കൊടുത്താൽ ത്. തഇന് സുകൂൻ കൊടുത്താൽ ത്. ത തി തു ത്. ത തി തു ത്. ഓക്കേ, തഇന് ഫതഹ് കൊടുത്താൽ ത. തഇന് കസ്റ് കൊടുത്താൽ തി. തഇന് ലമ്മ കൊടുത്താൽ തു. തഇന് സുകൂൻ കൊടുത്താൽ ത്. ഓക്കേ, അപ്പോൾ നമ്മൾ ഏത് അക്ഷരം പഠിച്ചു? ഏതക്ഷരം പഠിച്ചു? ത. ഏതക്ഷരം പഠിച്ചു? ത. ഒന്ന് പറഞ്ഞേ, അലിഫ് ബ ത. ഓക്കേ, ത വെച്ചിട്ട് എന്ത് പഠിച്ചു? ഈത്തപ്പഴത്തിന് എന്താ പറയാ? തംറുൻ. ഒന്ന് പറഞ്ഞേ, തംറുൻ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, തംറുൻ.
ഓക്കെ, ത എന്ന അക്ഷരം എങ്ങനെ എഴുതാ? ബ എഴുതുന്ന പോലെ തന്നെ ഇങ്ങനെ ചെരിഞ്ഞ വര ഒരു പാത്രം പോലെ വരച്ചിട്ട് മുകളിൽ 2 പുള്ളിട്ടാണ് എന്താവുള്ളൂ ത. ഓക്കെ, ഇനി എല്ലാവരും അറബിക് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നേ. അതിലെ പേജ് നമ്പർ 6 കണ്ടോ? ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ത. കണ്ടോ? ത. ഓക്കെ, ഈ ത എന്ന അക്ഷരത്തെ നിങ്ങൾ കളർ ചെയ്തൊന്ന് മനോഹരമാക്കാം. ഓക്കെ, പിന്നെ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? എന്തൊരു ചിത്രം? ഏതാ ചിത്രം എന്ന് പറഞ്ഞേ? തമ്പ്രൻ എന്ന് പറഞ്ഞേ. തമ്പ്രൻ ഒന്ന് പറഞ്ഞേ. തമ്പ്രൻ ഒന്നുകൂടെ പറഞ്ഞേ. തമ്പ്രൻ. ഓക്കെ, പിന്നെ ഇവിടെ റെഡ് കളറിൽ എന്താ എഴുതിയിട്ടുണ്ട്? ത ത തി തു ത്. ഓക്കെ, ഇവിടെ ത തി തു ത് ഒന്ന് എഴുതാനുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ സ്ലേറ്റിൽ എഴുതി പഠിക്കുക. ഇത് സ്ലേറ്റിൽ ഒന്ന് എഴുതി പഠിക്കുക, എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഇവിടെ ഏതൊക്കെ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്? അലിഫ് ബ ത. അങ്ങനെ കള്ളികളില് അലിഫ് ബ ത അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതില് ത എന്ന് എഴുതിയ കള്ളികൾക്ക് മാത്രം നിങ്ങളൊന്ന് കളർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനോഹരമായ ഒരു ഫിഷിനെ കാണാൻ കഴിയും. മനസ്സിലായോ? ഇതില് ത എന്ന അക്ഷരത്തിന് മാത്രം നിങ്ങളൊന്ന് കളർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും? മനോഹരമായ ഒരു ഫിഷിനെ കാണാൻ കഴിയും. ഓക്കെ, ഇതിൽ ഏതാണ് ത? ഏതാണ് ത? താഴെ ഒരു പുള്ളിയുള്ളത് ബ, മുകളിൽ ഇങ്ങനെ 2 പുള്ളിയുള്ളതാണ് എന്ത്? ത. അപ്പൊ അത് നോക്കിയിട്ട് ഇതിൽ ത എന്ന അക്ഷരത്തിന് മാത്രം നിങ്ങളൊന്ന് കളർ ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.